ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ ദേവസ്വം ബോർഡും സംശയനിഴലിൽ. ദേവസ്വം ബോർഡിനെതിരെ ഹൈക്കോടതിയും പരാമർശം നടത്തിയിട്ടുണ്ട്. ദേവസ്വം ബോർഡ് യോഗമാണ് വാതിൽ കട്ടളകളിലെ സ്വർണ്ണത്തകിടുകൾ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് കൈമാറാൻ തീരുമാനിച്ചത്. എക്സിക്യൂട്ടീവ് ഓഫീസറും ദേവസ്വം കമ്മീഷണറും അയച്ച കത്തിന്റെ അടിസ്ഥാനത്തിലായിരുന്നു തീരുമാനം. ദേവസ്വം ബോർഡ് യോഗത്തിന്റെ രേഖയിലും മഹസറിലും സ്വർണം ചെമ്പ് എന്നാണ് രേഖപ്പെടുത്തിയത്. ഈ പൊരുത്തക്കേട് അതീവ ഗൗരവതരമെന്നും ഹൈക്കോടതി നിരീക്ഷിച്ചു. പ്രഥമ ദൃഷ്ട്യാ ദേവസ്വം ബോർഡ് അധികൃതർക്ക് ഗുരുതര വീഴ്ചയെന്നും കോടതി കണ്ടെത്തിയിരിക്കുന്നു. അഹമ്മദ് മുജ്തബ വിവരങ്ങൾ നൽകും. മുജ്തബ, കൃത്യമായി തന്നെ ദേവസ്വം ബോർഡിലേക്ക് വിരൽ ചൂണ്ടുന്ന കാര്യങ്ങളാണ് കോടതി ഇന്നലെ പറഞ്ഞത്. ദേവസ്വം വിജിലൻസിന്റെ റിപ്പോർട്ടിന്റെ കൂടി അടിസ്ഥാനത്തിൽ മഹസറിൽ ചെമ്പെന്ന് രേഖപ്പെടുത്തിയൊക്കെ പുറത്തു കൊണ്ടുപോയിരിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും അതിന്റെ ഉത്തരവാദിത്തം ദേവസ്വം ബോർഡ് തന്നെ ഏറ്റെടുക്കേണ്ടതുണ്ട്. അപ്പോൾ മുഖ്യമന്ത്രി പറഞ്ഞതുപോലെ ദേവസ്വം ബോർഡിനുമേൽ പരാമർശമില്ല എന്നുള്ളത് തെറ്റിദ്ധരിപ്പിക്കുന്ന ഒരു പ്രസ്താവന കൂടിയാണ്. ദേവസ്വം ബോർഡും കൃത്യമായി മറുപടി ഇതിൽ പറയണം, അല്ലെങ്കിൽ ദേവസ്വം ബോർഡിന് ഇതിന്റെ ഉത്തരവാദിത്തത്തിൽ നിന്ന് ഒഴിഞ്ഞു മാറാൻ പറ്റില്ല എന്നാണ് കോടതി നിരീക്ഷണങ്ങളിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്. ജിൽസി സൈഫുദ്ദീൻ സൂചിപ്പിച്ചതുപോലെ 2018 ശബരിമലയിൽ നിന്ന് സന്നിധാനത്ത് നിന്ന് അറ്റകുറ്റപ്പണിക്ക് കൊണ്ടുപോയ ഒരു വാതിൽ, ആ വാതിൽ ഇതാ പണി തീർന്ന് അന്തിമഘട്ടത്തിലാണ്. ഒരു മാർച്ച് മാസത്തോടുകൂടി അത് സന്നിധാനത്തേക്ക് തിരികെ വരികയാണ്. അങ്ങനെ ആ തിരികെ വരുന്ന വാതില് സ്വർണം പൂശുന്നത്, അല്ലെങ്കിൽ വാതിലിന്റെ ഫ്രെയിം ഉൾപ്പെടെ സ്വർണം പൂശുന്നതുമായി ബന്ധപ്പെട്ട ഒരു കത്തിടപാടാണ് ഇതിന്റെ തുടക്കം. ദേവസ്വം ശബരിമലയുടെ എക്സിക്യൂട്ടീവ് ഓഫീസർ ആദ്യം 2019 ഫെബ്രുവരി 16 ഒരു കത്ത് അയക്കുകയാണ്. ആ കത്തിൽ ശ്രീകോവിൽ വാതിലിന്റെ കട്ടിളകളുടെ സ്വർണം പൂശിയ ചെമ്പ് തകിടുകൾ അല്ലെങ്കിൽ ചെമ്പ് പാളികൾ എന്നൊക്കെ വീണ്ടും സ്വർണം പൂശേണ്ടതിന്റെ ആവശ്യകത കത്തിൽ വിശദമായി തന്നെ അന്വേഷിക്കുന്നുണ്ട്. ആ കത്ത് അയച്ചിരിക്കുന്നത് ശബരിമല ശബരിമല ദേവസ്വം കമ്മീഷണർക്കാണ്. ആ കമ്മീഷണർക്ക് പറയുന്ന കത്തിൽ കൃത്യമായി തന്നെ സ്വർണം പൂശിയതായിട്ടുള്ള പാളികൾ അല്ലെങ്കിൽ ചെമ്പ് പാളികൾ എന്ന് കൃത്യമായി തന്നെ പറയുന്നുണ്ട്. പക്ഷേ ആ കത്തിന് ശേഷം പിന്നീട് ഈ കത്ത് ദേവസ്വം കമ്മീഷണർ തൊട്ടടുത്ത് ഹൈക്കോടതി ദേവസ്വം കമ്മീഷണറാണ് ഈ ബന്ധപ്പെട്ട ആളുകൾക്ക്, ദേവസ്വം ബോർഡ് ഉൾപ്പെടെയുള്ള ആളുകൾക്ക് ഈ കത്ത് കൈമാറുന്നത്. ആ കത്തിനകത്ത് കൃത്യമായി തന്നെ സ്വർണം പൂശിയ ഒരു കാര്യം ആ വാക്ക് തന്നെ ഉപയോഗിക്കുന്നില്ല എന്നുള്ളതാണ് ഹൈക്കോടതിയുടെ കണ്ടെത്തൽ. അവിടെ വെച്ച് ആദ്യമായി ഇതിന്റെ പേര് മാറുകയാണ്. പിന്നീട് അവിടെ നിന്ന് ഈ കത്തിന്റെ അടിസ്ഥാനത്തിൽ ദേവസ്വം ബോർഡ് ഒരു യോഗം ചേരുന്നുണ്ട്. ആ യോഗത്തിലാണ് ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് ഇവ കൈമാറാനുള്ള തീരുമാനമെടുക്കുന്നത്. മാത്രമല്ല, അങ്ങനെ കൈമാറാൻ തീരുമാനമെടുത്തതിന് ശേഷം മഹസർ തയ്യാറാക്കിയിട്ടുണ്ട്. ആ മഹസർ തയ്യാറാക്കിയപ്പോൾ ആ മഹസറിലും ഏകദേശം തന്ത്രി, മേൽശാന്തി ഉൾപ്പെടെയുള്ള പ്രധാനപ്പെട്ട ആളുകൾ, അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ മുരാരി ബാബു ഉൾപ്പെടെയുള്ള ആളുകൾ 10ഓളം പേർ ചേർന്നെടുത്ത ഒരു തീരുമാനത്തിൽ ആ മഹസറിൽ അതിൽ പോലും രേഖപ്പെടുത്തിയിരിക്കുന്നത് ചെമ്പ് എന്നാണ്. സ്വാഭാവികമായും അങ്ങനെ രേഖപ്പെടുത്തിയതും മാത്രമല്ല, ആ രേഖപ്പെടുത്തിയതിൽ ഉൾപ്പെടെ അതീവ ഗുരുതരമാണെന്നത് ഉൾപ്പെടെയുള്ള കണ്ടെത്തലുണ്ട്. അങ്ങനെ ആ കണ്ടെത്തലിനും മാത്രമല്ല, മഹസറിലും അവിടെ വെച്ച് തന്നെ മഹസറിലും ഇത്തരത്തിലുള്ള രേഖകളുണ്ട്.